ഇല്ല റോഡിനില്ല ഒറ്റ സെക്കൻഡ്. ആ ഓക്കെ റെഡി റോഡി റോഡി. Please stand away from the doors.
കല്യാണം സ്വർഗത്തും കല്യാണം ഭൂമിയിൽ കല്യാണം സ്വർഗത്തും കല്യാണം ഭൂമിയിൽ കല്യാണം സ്വർഗത്തും കല്യാണം ദേവദൂതർ പാടി മേഘദൂതർ പാടി തീയൊലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ ദേവദൂതർ പാടി മേഘദൂതർ പാടി തീയൊലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ഒരു ലൈഫിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ലൈഫ് എന്ന് പറയുമ്പോ സാധാരണ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ തിരിച്ചറിയുന്നു, നമ്മുടെ പാട്ടുകൾ കുറച്ച് കൂടുതൽ പേര് കേൾക്കുന്നു, അതുകൊണ്ട് തന്നെ ഒരുപാട് അഭിപ്രായങ്ങൾ കിട്ടുന്നു, ഒരുപാട് പേര് സ്നേഹം അറിയുന്നു, ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് തന്നെ ഒരുപാട് വ്യത്യാസം. ഇപ്പൊ റീലോഞ്ച് ചെയ്യാൻ പോവാണ്. അതെ, ഇപ്പൊ എന്താണ് പറയുക? റീലോഞ്ച് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മള് എവിടെ നിർത്തിയോ അതിനൊക്കെ നന്നായി പെർഫോം ചെയ്യാനും പാടാനും കഴിയണം കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് എല്ലാവരും കയറാൻ. ഏറെക്കുറെ ശ്രീരാഗാണ് ഷോയിൽ ഒരു എന്റർടൈനർ എന്ന് വേണമെങ്കിൽ പറയാം. ആരാധകരെല്ലാം കൂടുതലുള്ളത് ശ്രീരാഗിനാണ് തോന്നുന്നു. സന്തോഷം. എന്റെ പാട്ട് ഇഷ്ടപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷം. ഭയങ്കര സന്തോഷം പാട്ട് ഇഷ്ടപ്പെടുന്നതിലും നമ്മൾ ഇഷ്ടപ്പെടുന്നതിലൊക്കെ. സ്റ്റാർ സിംഗർ റീലോഞ്ച് ചെയ്യാൻ പോവാണ്. മ്യൂസിക് ഡേയും കൂടെയാണ്. ഇപ്പൊ മെട്രോയിൽ പരിപാടിയാണ്. എന്താണ് നിമിഷം പറയാനുള്ളത്? ആക്ച്വലി നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ് സീസൺ 9 റീലോഞ്ച് വരുന്നുണ്ട്. ജൂൺ 23-നാണ്. അപ്പോൾ വിദ്യാസാഗറൊക്കെ വന്നിട്ട് ആ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട്, അതുപോലെ സുജാക്കോ ബോബൻ, പാർവതി ഒക്കെ വരുന്നുണ്ട്. അവരുടെ സിനിമയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട്. പിന്നെ എന്താ വേൾഡ് മ്യൂസിക് ഡേ നമ്മളെല്ലാവരും ഇപ്പം പറയുമായിരുന്നു. ഇത് എല്ലാ ദിവസവും നമുക്ക് മ്യൂസിഷ്യൻസിന് എന്നും വേൾഡ് മ്യൂസിക് ഡേ ആണ്. അപ്പൊ ഇന്ന് അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമായിട്ട് പിന്നെ ലിസണേഴ്സ് ഞങ്ങളുടെ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. കീപ് സപ്പോർട്ടിങ്. പിന്നെ ഇന്ന് മെട്രോവേലിന്റെ 7th ഇയർ ആനിവേഴ്സറി കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് തന്നെ എല്ലാവരും ഭയങ്കര ബിസി ആയിട്ടുള്ള അവരുടെ ഷെഡ്യൂളിൽ നിന്ന് മെട്രോയിലേക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവരുടെ എന്താ പറയുക സ്റ്റാർട്ട് ഓഫ് ദ ഡേയിൽ നമ്മളൊരു ചെറിയൊരു ആശ്വാസമാകാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നല്ലൊരു ഹാപ്പി വേൾഡ് മ്യൂസിക് ഡേ എല്ലാവർക്കും ആശംസിക്കുന്നു. ഇല്ല, ഞങ്ങൾ ഇങ്ങനെ ജാമിങ് സെഷൻ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ അത് ഭയങ്കര നല്ല അനുഭവമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സ്റ്റാർ സിംഗർ ലൈഫ്? എങ്ങനെയാണ്, എന്ത് മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്? ഒന്ന് നമ്മൾ ആൾക്കാര് ഭയങ്കരമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പുറത്ത് പോകുമ്പോഴൊക്കെ ആൾക്കാർ വരുന്നു, സെൽഫി എടുക്കുന്നൊക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അങ്ങനെയൊക്കെ കാണുമ്പോൾ. നമ്മളുടെ കലയും നമ്മളെ ആസ് എൻ ആർട്ടിസ്റ്റ് ഒക്കെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. പിന്നെ അവരിങ്ങനെ ഓരോരുത്തരും ഭയങ്കര നമ്മൾ വിചാരിച്ചതിനേക്കാളും സ്നേഹം, അതായത് ഓരോ വീട്ടിലുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന പോലെയൊക്കെ നമ്മളടുത്ത് ഒന്ന് സംസാരിക്കുന്നു. അതൊക്കെ ഒരുപാട് സന്തോഷം. പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? ഒരുപാട് നന്ദി ഇതുവരെ സപ്പോർട്ട് ചെയ്തതിൽ. ഇനിയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങള് പുതിയ പുതിയ പാട്ടുകളും പിന്നെ ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള റൗണ്ട്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് 3 മാസത്തെ ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം എല്ലാവരും ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ടാണ് വരാൻ പോകുന്നത്. അപ്പൊ ഒരിക്കലും മിസ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് ഈ നിമിഷം? ജാമിങ് സെഷൻ ഞാനും ചെയ്തിട്ടില്ല. മെട്രോന്റെ അകത്ത് ഇങ്ങനെ ഒരു ജാമിങ് സെഷൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഭയങ്കര സന്തോഷം. അതുകൊണ്ട് തന്നെ കാണുന്നവരോട് പറയാനുള്ളത് സ്റ്റാർ സിംഗർ നമ്മൾ റീലോഞ്ച് ചെയ്യാണ്. ടെലികാസ്റ്റ് തുടങ്ങുവാണ്. അപ്പോൾ എല്ലാവരും കാണുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരുടെ പാട്ടുകളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ വൈൽഡ് കാർഡ് ചലഞ്ചൊക്കെ ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ലൊരു അടിപൊളി എപ്പിസോഡൊക്കെയാണ് വരുന്നത്. വിദ്യാജിയൊക്കെ വരുന്നുണ്ട്. വിദ്യാസാഗർ സാറിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് ഞങ്ങളുള്ളത്. ടെലികാസ്റ്റ് കാണാൻ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ എക്സൈറ്റഡ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. കാണുക, സപ്പോർട്ട് ചെയ്യാം. എന്താണ് ഈ ദിവസം പറയുന്നത്? സന്തോഷം. ഇങ്ങനൊരു വേൾഡ് മ്യൂസിക് ഡേ സ്റ്റാർ സിംഗറിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ റീലോഞ്ച് എപ്പിസോഡാണ്. ഷോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം. ഈ സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷം ഉണ്ടായിരുന്ന മാറ്റം കുറേ ആളുകളെ തിരിച്ചറിയാൻ തുടങ്ങി. പണ്ടത്തേക്കാളും ഇപ്പോഴും ഏഷ്യാനെറ്റ് എന്ന് പറയുമ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ള കുറേ ആളുകളെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. അടിപൊളി മൂവീസ്
സ്പെഷ്യലാണ് ശാസ്ത്രം. കുറേ ഗുണങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ റെസ്പോൺസ് ഒക്കെ മുന്നേ ഉണ്ടായിരുന്നതിനേക്കാളും ആളുകൾ കുറേ തിരിച്ചറിയാനൊക്കെ തുടങ്ങി. ക്ലാസ്സിലേക്ക് ഉണ്ടായിരുന്ന ഒരുപാട് സപ്പോർട്ടാണ് കോളേജിലാണെങ്കിൽ നാട്ടിലാണെങ്കിൽ. അടിപൊളിയാണ്. അനുഷ്ക ഏറ്റവും കൂടുതൽ പാട്ട് ശ്രദ്ധിക്കുന്നത് ശ്രീരാഗ് തന്നെയാണ്. ഇതിനിടയ്ക്ക് ഇതുണ്ടായിരുന്നു എല്ലാവരും നോക്കാറുണ്ട് പാട്ടിൻ്റെ. എന്താണ് പ്രേക്ഷകരുടെ തന്നെ ഒരുപാട് സന്തോഷം. കാരണം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഇനി അങ്ങോട്ടും നമ്മുടെ ഷോ റീസ്റ്റാർട്ട് ചെയ്യാറ്. ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും കൂടെ ഉണ്ടാവും. എന്താണ് നിമിഷം പറയുന്നത്? ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറുന്നത്. അപ്പോൾ അത് എൻ്റെ സ്റ്റാഫിൻ്റെ ഫാമിലിയുടെ കൂടെ ആയതുകൊണ്ട് ഒരുപാട് സന്തോഷം. റീലോഞ്ചിങ്ങിനും ഒരുപാട് എക്സൈറ്റഡ് ആണ്. എന്താ നമ്മൾ ഇത്രയും ഒരു ഗ്യാപ്പിന് ശേഷം വരാണ്. അപ്പം എല്ലാവർക്കും ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അപ്പം അതെല്ലാം നമുക്ക് അടിപൊളിയാക്കുന്നതാണ് പ്രതീക്ഷ. മെട്രോ വിത്ത് പാട്ട് എങ്ങനെയാണ്? ഇവിടുത്തെ അടിപൊളിയായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു.